യമൻ പൗരനെ കൊലപ്പെടുത്തിയതിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമനിലേക്ക് ശനിയാഴ്ച വൈകിട്ട് 5-ന് മുംബൈയിൽ നിന്ന് പുറപ്പെടും. നിമിഷപ്രിയ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരപരാധിയാണോ? കാരണം ഇതൊരു കൊലപാതകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമായിട്ട് മാറാനും പാടില്ല. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്ന പത്രസമ്മേളനത്തിൽ, അതായത് റഹീം, നമുക്കറിയാം റഹീമിനെ മോചിപ്പിക്കാൻ വേണ്ടി 34 കോടി രൂപ എല്ലാവരും കൂടി സമാഹരിച്ചു. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത്, മുന്നിട്ടിറങ്ങിയതെല്ലാം ബോച്ചയാണ്, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നടന്നൊരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, റഹീമിന്റെ ജീവിതം ഒരു സിനിമയാക്കാൻ പോകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആ ഒരു പത്രസമ്മേളനത്തിൽ വെച്ച് ഒരാൾ ചോദിച്ചൊരു ചോദ്യം നിമിഷപ്രിയയുടെ കാര്യം. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു മലയാളി നഴ്സ് യമനില് മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് അവിടെ ജയിലിൽ കഴിയുകയാണ്. അപ്പോൾ ഇപ്പോൾ റഹീമിനെ മോചിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതുപോലെ എന്തുകൊണ്ടാണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ചെയ്യാത്തത് എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി എന്ന് പറഞ്ഞാൽ, നിമിഷപ്രിയയുടെ കാര്യം എനിക്ക് കറക്റ്റ് അറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണ്, നിമിഷപ്രിയ നിരപരാധിയാണോ എന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് ബാക്കി തീരുമാനിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊന്നുമല്ല, അദ്ദേഹം പറയുന്നൊരു കാര്യം, ഇതൊരു കൊലയാളികളെ രക്ഷിക്കാനുള്ള ഒരു സംവിധാനമായി മാറരുത് എന്നാണ്. അതായത് തെറ്റ് ചെയ്ത ആൾക്കാരും തെറ്റ് ചെയ്യാത്തപ്പെട്ട ആൾക്കാരും ഒരുപാടുണ്ട്. അപ്പൊ അതിൽ തെറ്റ് ചെയ്ത ആൾക്കാർ തീർച്ചയായിട്ടും ശിക്ഷ അനുഭവിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ തെറ്റ് ചെയ്യാണ്ട് നിരപരാധിയായ ഒരാളാണ് ജയിലിൽ കിടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനുവേണ്ടി ഇറങ്ങും. അതുപോലെ തന്നെ അത് രക്ഷിക്കാനുള്ള എല്ലാ മാർഗങ്ങളും നടത്തും. ഈ നിമിഷപ്രിയയുടെ ഒരു കേസിൽ നമുക്കറിയാം, ഒരു യമൻ പൗരനെ, അതായത് കൊന്ന് വെട്ടി കഷ്ണങ്ങളാക്കിയ കേസിലാണ് നിമിഷപ്രിയ ജയിലിൽ കിടക്കുന്നത്. പക്ഷെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ അനസ്തേഷ്യ മാത്രം കൊടുത്തുള്ളൂ. ആ യമൻ പൗരനെ വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കിയതെല്ലാം അവിടുത്തെ തന്നെ ഒരു യുവതിയായ ഹനാനാണ്. ഞാൻ അതിന് കൂടെ സപ്പോർട്ട് ഞാൻ നിന്നുള്ളൂ, ഞാനല്ലാതെ വെട്ടി നുറുക്കിയതെല്ലാം അവരാണ് ചെയ്തത്, ഞാൻ ഇഞ്ചക്ഷൻ മാത്രം കൊടുത്തിട്ടുള്ളൂ എന്നാണ് നിമിഷപ്രിയ പറഞ്ഞത്. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും നമുക്കറിയാം, ഒരു നിരപരാധിയും, അതിപ്പോ നമ്മുടെ നാട്ടിലായിക്കോട്ടെ വേറെ നാട്ടിലായിക്കോട്ടെ എവിടെയാണെങ്കിലും ഒരിക്കലും ഒരു നിരപരാധികളും ശിക്ഷിക്കപ്പെടരുതെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. അതുപോലെ എന്റെ ആഗ്രഹം അത് തന്നെയാണ്. അപ്പോൾ ആ കുട്ടി തെറ്റ് ചെയ്തിട്ടില്ല, അവർ നിരപരാധിയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജയിൽ മോചിതയായിട്ട് വരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് യൂസഫ് അലി സാറും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബ്ലഡ് മണി, അവരുടെ കുടുംബം ഒരു ബ്ലഡ് മണി ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അദ്ദേഹം കൊടുക്കാമെന്നൊക്കെ വാർത്തകളിലൊക്കെ പറഞ്ഞായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോ നിമിഷപ്രിയയുടെ അമ്മ അതായത് യമനിൽ പോയിട്ടുണ്ട്. അവരുമായി സംസാരിച്ച്, അവരുടെ കുടുംബങ്ങളുമായി സംസാരിക്കാൻ ഇതുവരെ അവർക്ക് അവസരം കിട്ടിയിട്ടില്ല. അപ്പൊ ഇപ്പൊ പോയിട്ടുണ്ട്, സംസാരിച്ച് എന്തൊക്കെയാണ് കാര്യങ്ങളുടെ തീരുമാനം, ബ്ലഡ് മണി അവർ ആവശ്യപ്പെടുന്നുണ്ടോ, തീർച്ചയായിട്ടും അവരങ്ങനെ ഒരു ബ്ലഡ് മണി ആവശ്യപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മള് ഈ റഹീമിന് വേണ്ടി എല്ലാവരും സമാഹരിച്ചതുപോലെ തന്നെ എല്ലാവരും, നമ്മൾ മലയാളികൾ എല്ലാവരും തന്നെ ഒത്തുചേർന്ന് ഒരു ഒരുമയോട് തന്നെ, അതിപ്പോൾ 100 രൂപ ആയിക്കോട്ടെ 50 രൂപ ആയിക്കോട്ടെ, നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ആ ഒരു ഇതിലേക്കിട്ട് തീർച്ചയായിട്ടും നിമിഷപ്രിയയും രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റും എന്നെനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, ഈ ലോകത്ത് ഇതുപോലെ തന്നെ നമ്മളൊരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ശിക്ഷകൾ, അവിടുത്തെ നിയമങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സാഹചര്യം കൊണ്ടാണ് നമ്മൾ ഓരോ തെറ്റുകൾ ചെയ്തു പോകുന്നത്. എന്നിരുന്നാലും തീർച്ചയായിട്ടും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ അവിടുത്തെ ശിക്ഷകൾ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ ഓർത്തുകൊണ്ട് ചിലപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ നിമിഷപ്രിയയുടെ ഒരു കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ, നിമിഷപ്രിയയുടെയും റഹീമിന്റെയും രണ്ടാണ്. രണ്ട് കാര്യങ്ങളും വ്യത്യസ്തമാണ്. അതായത് റഹീമിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, റഹീം 1 മാസമായിട്ടുള്ള ജോലിക്ക് കയറിയിട്ട് ഒരു ആക്സിഡന്റിലാണ് ആ കുട്ടി മരണപ്പെടുന്നത്. അപ്പോൾ അതും റഹീമിന്റെ കൈ കൊണ്ടല്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സമീപത്തിൽ വെച്ചായതുകൊണ്ട് തന്നെ മരണപ്പെട്ടത് നമുക്കറിയാം. നമ്മൾ ആരാണെങ്കിലും നമ്മൾ പകച്ചു. അപ്പൊ എന്ത് ചെയ്യണം എന്നൊക്കെ അറിയാനോ, അതായത് എന്ത് ചെയ്യും, മുന്നോട്ട് എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനിൽ മറ്റുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു ചോദിച്ചു. അവര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പുള്ളി എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. അങ്ങനെ ആ ഒരു ഇതിനാണ് പുള്ളിനെ അകത്താക്കിയത്. അതും 18 വർഷമായി ജയിലിൽ കഴിയുകയായിരുന്നു. 18 വർഷമായിട്ട് ഈ റഹീമിനെ മോചിപ്പിക്കാൻ വേണ്ടി അവിടെ ഒരു റഹീം സഹായ സമിതി വരെ ഉണ്ടായിരുന്നു റിയാദിൽ. അവരെല്ലാവരും അതിനുവേണ്ടി നടക്കുന്നതും. പക്ഷെ ഇപ്പോഴാണ് ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഒത്തുവന്ന്, ഇപ്പൊ പൈസ എല്ലാം സമാഹരിച്ച് ഇനി അതെല്ലാം അവിടെ ഇന്ത്യൻ എംബസിക്ക് കൈമാറി. ഇനിയും അതിൽ കുറെ കടമ്പകളുണ്ട്, ലീഗലി കുറെ കാര്യങ്ങളൊക്കെ, ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് തന്നെ റഹീമും ജയിൽ മോചനായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതുപോലെ തന്നെ പറയാനുള്ളത്, ഇപ്പൊ നിമിഷപ്രിയയുടെ കാര്യം അമ്മ പോയിട്ടുണ്ട്, സംസാരിച്ച് അവരെന്താണ് ആവശ്യപ്പെടുന്നത്, ബ്ലഡ് മണി ആണോ എന്താണോ എന്നറിയില്ല, എന്ത് തന്നെയാണെങ്കിലും നല്ല രീതിയിൽ തന്നെ അതും മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ നിയമം വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് നിയമം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ നിയമത്തിനേക്കാൾ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മുടെ നാട്ടിലെ നിയമം പോലെയല്ല ഗൾഫിലെ നിയമങ്ങൾ, അതും മനസ്സിലാക്കുക.
അപ്പോൾ നിരപരാധികൾ രക്ഷിക്കപ്പെടട്ടെ. പക്ഷേ ഒരിക്കലും തെറ്റ് ചെയ്ത ആൾക്കാർ, നമ്മൾക്ക് ഇതിപ്പോ ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ടാക്കി, അല്ലെങ്കിൽ നമ്മളിങ്ങനെ, അദ്ദേഹം പറഞ്ഞത് അത് തന്നെയാണ്, ബോച്ച് എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് അത് തന്നെയാണ്. അതായത് നമ്മളൊരു ആപ്പ് ഉണ്ടാക്കി നമ്മളെല്ലാവരും കൂടി പണം പിരിച്ച് കൊടുക്കുന്നെന്ന് പറയുന്നത് കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരമാവരുതെന്ന് തന്നെയാണ്. അതുപോലെ നമ്മൾ എവിടെയെങ്കിലും കുറ്റം ചെയ്ത് നമ്മൾ പിടിച്ചിട്ടാൽ നമ്മളുടെ നാട്ടിൽ നിന്ന് നമുക്ക് പണം അയച്ചു തരും, നമ്മളെ രക്ഷപ്പെടുത്തും, ആ ഒരു മെന്റാലിറ്റി ആരും തന്നെ വെക്കണ്ട. കുറ്റം ചെയ്താൽ തീർച്ചയായിട്ടും ഈ നമ്മുടെ നാട്ടിലായിക്കോട്ടെ പുറത്ത്, അതായത് നമ്മുടെ നാടിന് പുറത്ത് എവിടെ ആയിക്കോട്ടെ, നമ്മൾ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടും. അപ്പൊ അതിനാരും കൂട്ടു നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് ഹെൽപ്പിന് ആളുകളുണ്ട്, നല്ല രീതിയിലുള്ള ജെന്യൂൻ ആയിട്ടുള്ള കാര്യത്തിന് തീർച്ചയായിട്ടും എല്ലാവരും ഹെൽപ്പ് ചെയ്യും, എല്ലാവരും ഒത്തുചേരും. അതായത് പലതുള്ളി പെരുവെള്ളം പോലെ, ഞാൻ നേരത്തെ പറഞ്ഞാണ് കഴിഞ്ഞ വീഡിയോയിലും, പലതുള്ളി പെരുവെള്ളം പോലെ റഹീമിന് വേണ്ടി 34 കോടി സമാഹരിച്ചതുപോലെ തന്നെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മുടെ മലയാളികൾ, നമ്മുടെ സഹോദരന്മാരെല്ലാവരും ഒത്തുചേർന്നു ഒരുപോലെ, ഒരു ജാതി മതം ഒന്നുമില്ലാണ്ട് തന്നെ എല്ലാവരും ഹെൽപ്പ് ചെയ്യും, അതിലൊരു സംശയമില്ല. പക്ഷേ തീർച്ചയായിട്ടും ഓർക്കേണ്ട ഒരു കാര്യം, കുറ്റം ചെയ്തിട്ട് ഒരു കുറ്റവാളി ആയിരുന്നിട്ട് നമ്മൾ രക്ഷപ്പെടാമെന്നുള്ളൊരു ചിന്ത അതാരും മനസ്സിൽ പോലും വിചാരിക്കേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത് തന്നെ. അപ്പോൾ എന്താണെങ്കിലും നിമിഷപ്രിയയുടെ കാര്യത്തിൽ നമുക്ക് കറക്റ്റ് നമുക്ക് ഇപ്പോഴും അറിയില്ല, നമ്മൾ കേൾക്കുന്ന വാർത്തകളാണ് അല്ലെ, നമ്മൾക്ക് അറിയില്ല അവിടെ എന്താണ് സംഭവിച്ചതെന്ന്. അവർക്ക് സ്വസ്ഥമായ ഒരു ജീവിതത്തിന് ഈ യമൻ പൗരൻ ബുദ്ധിമുട്ടായി മാറി, അതായത് അവർക്ക് ജീവിക്കാൻ അവസരം കൊടുക്കുന്നില്ല, അതിൽ ആ കുട്ടിയെ ഒരുപാട് ഉപദ്രവിച്ചു എന്നൊക്കെ നിമിഷപ്രിയയുടെ ഹസ്ബൻഡ് പറയുന്നുണ്ട്. ഒരുപാട് ഉപദ്രവിച്ച് അവർ വീഡിയോ കോളൊക്കെ വിളിച്ചിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ സഹിച്ച് പിന്നെ ജീവിക്കാൻ, രക്ഷപ്പെട്ടു പോരാൻ ഒരു മാർഗമില്ലാണ്ട് വന്നപ്പോൾ ചെയ്തതാണ് ഇതെന്ന് പറയുന്നുണ്ട്. ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ല, എന്ത് ചെയ്യാനാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ, ആ ഒരു സാഹചര്യത്തിൽ ചെയ്തതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ നിയമങ്ങളും കാര്യങ്ങളും നോക്കില്ല, അവരങ്ങനെ ചെയ്തു പോയി. അപ്പൊ എന്താണെങ്കിലും തന്നെ നല്ല രീതിയിൽ അവർക്കും രക്ഷപ്പെടാൻ കഴിയട്ടെ. പക്ഷെ എല്ലാവരും ഒന്ന് ഓർക്കുക, നമ്മൾക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുമെന്ന് ഓർത്തിട്ട് ഇതുപോലത്തെ തെറ്റുകളിലൊന്നും പോയി ചാടാതിരിക്കുക. അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിയാതെയാണെങ്കിലും നമ്മളാരും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളോടാണ് ഞാൻ പറയുന്നത്, നമ്മൾക്ക് ആ ഒരു വൈകാരിക നിമിഷത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് നമ്മൾ ഓർക്കില്ല. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഇതുപോലത്തെ കാര്യങ്ങളും വെട്ടി നുറുക്കി പീസാക്കുക എന്നൊക്കെ പറയുന്നത് വളരെ, അതായത് കുറച്ചുകൂടി ക്രൂവൽ മെന്റാലിറ്റി ഉള്ള കാര്യങ്ങളാണ്. പക്ഷെ നിമിഷപ്രിയല്ല ചെയ്തത്, ഹനാനാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും തന്നെ അവരതിൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിരപരാധിയാണെങ്കിൽ അവർ രക്ഷപ്പെടട്ടെ എന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറഞ്ഞത്. കുഞ്ഞുമോള് കരഞ്ഞിട്ടുള്ള വീഡിയോ, അവരുടെ അമ്മ ആണെങ്കിലും ഒരുപാട് വിഷമത്തോടെയുള്ള വീഡിയോകളൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കും വിഷമമാണ്. കാരണം നമ്മൾക്കും കുട്ടികളുണ്ട്, നമ്മളും പുറം രാജ്യത്ത് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഒരു അവസ്ഥ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ ആർക്കും തന്നെ അങ്ങനെ ഒരു അവസ്ഥ, ഇതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. ആ കുട്ടിയെയും രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ കഴിയട്ടെ. അവരും ബ്ലഡ് മണിയാണ് ചോദിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരിപ്പോൾ എത്ര ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് പറയുന്നത് പോലെ എല്ലാവരും ഒത്തുപിടിച്ച് തന്നെ അവരെ രക്ഷിക്കാൻ പറ്റും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ ആ അമ്മ പോയിട്ടുണ്ട്, അവരോട് സംസാരിച്ച് എന്തൊക്കെയാണ് അവരുടെ അതായത് ഡിമാൻഡ് എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ സംസാരിച്ച്, കാരണം യമൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി നമുക്കറിയാം, കുറച്ചും കൂടി അതായത് സൗദിയൊക്കെ പോലെയല്ല, അവിടുത്തെ കുറച്ചും കൂടി ഒരു വ്യത്യാസമാണ്. ആ ഒരു നാടും അവിടുത്തെ മനുഷ്യരും എല്ലാവരും അവരുടെ ജീവിത രീതിയും എല്ലാം വളരെ വ്യത്യസ്തമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആ അമ്മ പോയി അവരോടൊക്കെ സംസാരിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ആ മകളോട് സംസാരിച്ചിട്ടില്ല, മകളെ കണ്ടിട്ടില്ല ഇതുവരെയും ഇത്രയും വർഷങ്ങളായിട്ടും. അപ്പൊ അവരോടൊക്കെ സംസാരിച്ച് നേരിട്ട് മകളെ ഒന്ന് കാണാൻ നമുക്ക് പറ്റട്ടെ. കാരണം ഒരു മകൾ അങ്ങനെ ജയിലിൽ കിടക്കാന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിലും ആ ഒരു അമ്മയുടെ അവസ്ഥ നമുക്കറിയാം. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ആ കുഞ്ഞു മകൾക്ക് അതിന്റെ അമ്മ തിരിച്ചു കിട്ടട്ടെ, അതായത് അപ്പൊ പോയ അമ്മയ്ക്ക് അവരുടെ സ്വന്തം മകളെ തിരിച്ചു കിട്ടട്ടെ. എത്രയും പെട്ടെന്ന് തന്നെ നിമിഷപ്രിയയെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ കഴിയട്ടെ. എല്ലാവരും അതിനുവേണ്ടി സഹായിക്കാൻ വേണ്ടി ഇറങ്ങുന്ന എല്ലാവരും അതിന് വളരെ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇനി നമ്മുടെ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ അറിയില്ല. പക്ഷെ എന്താണെങ്കിലും നമ്മളൊരു നിമിഷം ഓർക്കുക, നമ്മൾ പുറത്തു പോയിട്ടല്ലേ, നമ്മൾ പുറത്തൊന്നുമല്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ കയ്യിൽ നിന്ന് അബദ്ധങ്ങൾ വന്നു പോകാം, അത് മനുഷ്യരാണ്, സ്വാഭാവികം. പക്ഷെ എന്നിരുന്നാലും അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റിലും പോയി ചാടാതിരിക്കുക, അറിഞ്ഞുകൊണ്ട് ആരെയും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ കൊലപ്പെടുത്താനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യത്തിലും പോവാതിരിക്കുക. എന്താണെങ്കിലും തന്നെ ആർക്കും ഒരു ബുദ്ധിമുട്ട് ഇതുപോലെ ഉള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാവരും ജോലിക്ക് വേണ്ടി പോയവരാണ്, കടങ്ങൾ കൊണ്ടും വീട് വയ്ക്കാനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും എല്ലാം കൊണ്ട് നമ്മൾ പോയതാണ്. അല്ല അടിച്ചു പൊളിച്ച് ജീവിക്കാനോ ഭയങ്കര അങ്ങനെയൊന്നും അല്ലായിരിക്കും. ഭൂരിപക്ഷം ആൾക്കാരും അവരുടെ ബാധ്യതകൾ കൊണ്ടെല്ലാമാണ് ഗൾഫിലും അതുപോലെ യൂറോപ്യൻ കൺട്രീസിൽ. ഇപ്പൊ തന്നെ നമുക്കറിയാം ഒരുപാട് കുട്ടികളായിക്കോട്ടെ പഠിക്കാനൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണ്? കുറെ പൈസ ഉള്ളവരൊന്നും ആയിരിക്കില്ല, ലോൺ എടുത്തും വീടിന്റെ ആധാരമൊക്കെ പണയം വെച്ചിട്ടായിരിക്കും പുറത്തൊക്കെ പോകുന്നത്. അപ്പൊ അതെല്ലാം ചെയ്ത് ഒരു വെൽ സെറ്റിൽഡ് ആവാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കഷ്ടപ്പെടുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ പുറത്ത് പോയി ഒരു ജോലി എടുക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് കുറച്ചും കൂടി നമ്മുടെ നാട്ടിൽ നിന്ന് പൈസ കുറവായത് കൊണ്ട് കുറച്ചും കൂടി പണം വേറെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ എന്താണെങ്കിലും തന്നെ ഇതുപോലത്തെ ബുദ്ധിമുട്ട് ഇതിലൊക്കെ പോയി വീണ് പോയി ചിലപ്പോൾ അറിയാതെ ആയിരിക്കാം. പക്ഷെ എന്നാലും ശ്രദ്ധിക്കുക,
അതുപോലെ ഞാനിപ്പോൾ പറഞ്ഞതിൽ ആർക്കെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് പറയാം, അതിലൊരു പ്രശ്നമില്ല. കാരണം എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞതിൽ തന്നെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തിരുത്താം മെസ്സേജിൽ, പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ ഞാൻ പറയുന്നത് എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ നിമിഷപ്രിയയും തിരിച്ചു വരാൻ പറ്റട്ടെ. അമ്മയ്ക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ അവർക്ക് ഗോത്രവർക്കാരുമായി സംസാരിച്ച് അവരുടെ ആ ഒരു ഇതിൽ എന്താണ് ഇനിയുള്ള കാര്യങ്ങളെന്നൊക്കെ അറിയാൻ കഴിയും. ഇതുപോലെ തന്നെ പണം സമാഹരിച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മലയാളികൾ എന്തായാലും ചെയ്യും. പക്ഷേ ഞാൻ പറയുന്നത് വീണ്ടും പറയുന്നത്, ഇത് കുറ്റവാളികൾ രക്ഷിക്കാനുള്ള ഒരു സംവിധാനമായിട്ട് തന്നെ നമ്മൾ ആരും കാണാൻ പാടില്ല, ഒരിക്കലും അങ്ങനെ കാണരുത്. കാരണം അത് നമ്മൾ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നിരപരാധികൾ കൂടി ബുദ്ധിമുട്ടായി മാറും, പിന്നെ ആരും സഹായിക്കാനുണ്ടാവാത്തൊരവസ്ഥ വരും. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധയോടെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാം. താങ്ക് യു സോ മച്ച്.